ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മിക്സർ ഉണ്ടാക്കാം. ഞാനൊരു 1/4 കിലോ കടലമാവ് എടുത്ത് മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, കായപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കാം. ഉപ്പുപൊടിയും കൂടി ഇടാമേ, ഉപ്പുപൊടിയും കൂടി ഇട്ട് വേണം മിക്സ് ആക്കാൻ. ശകല എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാമേ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു ശകല മാവ് നമുക്ക് എടുത്ത് വെക്കാം ബൂന്തി ഉണ്ടാക്കാനേ. എന്നിട്ട് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാമേ. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ശകലം അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ച് വെക്കാം. പിന്നെ നമുക്ക് ബൂന്തിക്കുള്ളതെന്നാണ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വേണം. ഒത്തിരി ലൂസും ആയിപ്പോവല്ലേ. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. നമുക്ക് ബൂന്തി ഉണ്ടാക്കാമേ. ഇതുപോലത്തെ ഒരു കിഴുത്ത തവിക്കകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ സ്പൂണും കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ബൂന്തി ആയിട്ടുണ്ട്, നമുക്ക് കോരാം. അധിക സമയം വേണ്ട, തീ കുറച്ച് വെച്ചിട്ട് വേണം. പെട്ടെന്ന് ബൂന്തിയാവും, ഒത്തിരി താമസമില്ല ഇതിന്. ഇത് കോരി മാറ്റാമേ. ബൂന്തിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സേവനാഴിക്കകത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിക്കകത്ത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് മാവേ. നമുക്ക് ഈ ചീനച്ചട്ടിയിലിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാമേ. ഒത്തിരി തീ ഇടല്ലേ, കരിഞ്ഞു പോകും പെട്ടെന്ന്. കോരിയിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് വറക്കാമേ. കറിവേപ്പില കോരിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാമേ. ഇതും കൂടെ വറുത്തെടുക്കാം. ബൂന്തി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ കറിവേപ്പില, കപ്പലണ്ടി എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കാം. നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.